ഹലോ പ്രൈസ് ലോർഡ്, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇവിടെ അടുത്ത് ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ വേലയിൽ പലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെ കാണുന്ന നിങ്ങൾക്ക് പ്രത്യേകം വന്ദനം അറിയിക്കുന്നു. നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ? എഴുന്നേറ്റോ? ഈ രാവിലെ സമയം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് യാത്രയും പലയിടങ്ങളിലുള്ള സുവിശേഷീകരണത്തിലും ഞങ്ങൾ വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് ഈ ഫീൽഡിൽ നിന്നുള്ള വാർത്തകളാണ്, അതുപോലെ തന്നെ ഫീൽഡിൽ നിന്നുള്ള സന്ദേശമാണ് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കിട്ടിത്തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മുളക് പാടത്താണ്. നമ്മുടെ നാട്ടിലെ വറ്റലമുളകാണ്. വറ്റലമുളക് ഒരു വറ്റലമുളകിൻ്റെ പാടമാണ്. അങ്ങ് കണ്ണത്താ ദൂരം അങ്ങനെ കിടക്കുക. സ്തോത്രം. ഞങ്ങളിപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നോക്കിയേ, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി എത്ര ഭയങ്കരമാണ് നോക്ക്. ഈ മുളക് ഇതിൻ്റെ നമ്മൾ വീട്ടിൽ മുളക് മേടിച്ച് ഉപയോഗിക്കുന്നെങ്കിലും ഇതിൻ്റെ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നതെന്നുള്ളതിന് ഇവിടെ വന്നു കഴിഞ്ഞ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതെങ്ങനെ കിടക്കുകയാണ് ദീർഘ ദൂരത്തിൽ. ഇത് മുളക് പറിച്ചെടുക്കുന്നത് മെഷീനാണ് പറിച്ചെടുക്കുന്നത്, മനുഷ്യനല്ല. അപ്പം നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്ത് നമ്മളൊക്കെ ഒരു കൊല്ല അല്ലെങ്കിൽ ഒരു മുളക് വളർത്താൻ വേണ്ടി എന്തെല്ലാം ചാണകപ്പൊടി ഇടുന്നു, എന്തെല്ലാം പരിപാടിയാണ് ചെയ്യുന്നതല്ലേ. എന്നിട്ടോ അവിടെ ഇവിടെ 5-6 വിശ്വാസികളുള്ള സഭ പോലെ കുറച്ച് മുളക് അവിടെ ഇവിടെയൊക്കെ കാണും. അതല്ലേ നമ്മുടെ പക്ഷേ ഇത് നോക്കി ഇങ്ങോട്ട് ഈ വണ്ടിക്കകത്തിരിക്കുന്ന മൊത്തം തൊഴിലാളികളാണ്. അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 250 രൂപയേ ഉള്ളൂ. ഒറ്റ ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ. ഈ സമയം സമയം നിങ്ങൾക്കറിയാമല്ലോ, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ പോവുക. ഇത്രയും സമയം അധ്വാനിച്ചാൽ അവർക്ക് കിട്ടുന്നത് തുച്ഛമായ വരുമാനം. വേറെ 250 രൂപ. അതോ രാവിലെ 8 മണിക്ക് അവർ ഫീൽഡിലുണ്ടാകണം. ഈ സമയത്ത് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. പറഞ്ഞു വരട്ടെ. അപ്പം ഇത്ര മനോഹരമായ രീതിയിൽ ഇത് കൃഷി ചെയ്ത് ഇതിന് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത്. തൊട്ടുഭാസനം എന്ന് തമിഴിൽ പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടയ്ക്കൽ വെള്ളം എത്തിക്കുക. 3-4 ഡ്രോപ്പ് വെള്ളം മതി അവർക്ക്. അത് ഒരു ദിവസം അതിൻ്റെ ഡ്രോപ്പിലേക്ക് ചെല്ലുന്ന രീതിയിൽ പൈപ്പ് ഇതിനകത്തോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെ. അപ്പോൾ ഇവർ അങ്ങനെ ഇത് ഇസ്രായേലിൻ്റെ ടെക്നോളജി വെച്ചാണ് ഇവരിത് ചെയ്തേക്കുന്നത്. പൈപ്പ് അതിനകത്തുണ്ട്. എല്ലാ ഇതിൻ്റെയും ചോട്ടിൽ കൂടെ പൈപ്പ് പോകുന്നുണ്ട്. അതിനകത്തുനിന്നൊരു ചെറിയ പീസ് പൈപ്പ് അതിൻ്റെ വേരിനകത്തോട്ട് കൊടുത്തേക്കുക, ചെടിയുടെ വേരിനകത്തോട്ട്. അപ്പോൾ ക്ലിയറായിട്ട് നല്ല രീതിയിൽ ഒട്ടും വെള്ളം വേസ്റ്റാകാതെ വളരെ മനോഹരമായ രീതിയിൽ ഇത് വളർന്നു വരിക. ഇതിന് ചുറ്റും മുഴുവൻ ഡ്രൈ പ്ലേസ് ആണ്. പക്ഷേ ഈ ചെടി നിൽക്കുന്നിടത്ത് നല്ല ഈർപ്പമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വളവും ആവശ്യത്തിന് ജോലിക്കാരും നന്നായി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് പോലെ. എനിക്ക് എണ്ണം ഞാനിവിടെ കുത്തിയിരുന്നാൽ ഇന്ന് മൊത്തം ഇരുന്ന് എണ്ണിയാലും തീരുകയില്ല. അതുപോലെ കിടക്കുന്ന ഈ മനോഹരമായ പാടത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത്ര മനോഹരമായ കൃഷി ഇവിടെ നടക്കുന്നത്. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, നമ്മളെ ദൈവം ഒരു വേലയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. വേലയ്ക്ക് വേണ്ടി. ഈ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഈ വേലക്കാരനും കൂലിക്കാരനുമുണ്ട്. സ്വതന്ത്രം. നമ്മൾ കൂലിക്കാരുമല്ല, വേലക്കാരുമല്ല. നമ്മൾ ആരാണ്? നമ്മൾ കർത്താവിൻ്റെ അടിമകൾ. വി ആർ നമ്മൾ എന്താ പറയുക, അതിന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് ഞാൻ ഡൂലോസാണ്. ദാറ്റ് ഇസ് കോപ്പോസ് ഉണ്ട്, ഡൂലോസ് ഉണ്ട് കേട്ടോ. കോപ്പോസ് ഉണ്ട്, ഡൂലോസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. നോക്കൂ, ഇവരിവിടെ കിടന്ന് അധ്വാനിക്കുന്നത് കൊണ്ടാണ് മനോഹരമായി നോക്കി ഇപ്പോഴും പൂവിട്ട് നിൽക്കുക. ഒരുപാട് വെള്ള കളർ കണ്ടോ, പൂക്കളാണത് മൊത്തം. അത് മുഴുവൻ നാളെ മുളകാകാനുള്ളതാണ്. നോക്കി താഴെ ഒരു വിളവെടുപ്പ് നടക്കുമ്പോൾ മേലെ അടുത്ത വിളവെടുപ്പിനുള്ള സംവിധാനം വന്നുകൊണ്ടിരിക്കുക. നോക്കൂ. അപ്പോൾ ഇത് ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട്, ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് ഈ മനോഹരമായ രീതിയിൽ ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഇതിനപ്പുറത്ത് മറ്റൊരു കണ്ടമുണ്ട്. ആ പാടത്തേക്ക് നിങ്ങൾ നോക്കൂ. കണ്ടേ, അവിടെ ഇതുപോലുള്ള ചെടികൾ അവിടെ വളർന്നു വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെയും കൃഷി നടക്കുകയാണ്. ഇവിടെ ഭാഗമായപ്പോൾ അവിടെ അടുത്ത കൃഷി തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ ചെയ്യുന്ന ആ ജോലിക്ക് അദ്ദേഹം ഒരു വിളവ് പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ? എന്നെ നിങ്ങളെയും ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും
ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ ഫീൽഡിൽ ചിലതിനെ മുളപ്പിച്ചെടുക്കാൻ, ചിലതിനെ അറുത്തെടുക്കാൻ, ചിലതിനെ അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക കളപ്പുരയിലേക്ക് സൂക്ഷിക്കാൻ, ചിലതിനെ നനച്ചു കൊടുക്കാൻ, ചിലർക്ക് വളമിടാനറിയാം കേട്ടോ. ചിലർക്ക് നല്ലപോലെ വളമിടാൻ അറിയാം, ചിലർക്ക് സ്തോത്രം നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ അറിയാം, ചിലർക്ക് നല്ലപോലെ ചാല് കീറാൻ അറിയാം. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ അവരൊട്ട് ഈ പാടത്ത് കാണത്തുമില്ല. എല്ലാം അറിയാവുന്നവൻ വീട്ടിനകത്ത് കയറിയിരിക്കുക. എന്നാൽ ചില പാടത്ത് പണിയെടുക്കാൻ അല്ലെങ്കിൽ പാടത്ത് എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്ന ഒരുത്തന് പാടത്ത് പണിയുണ്ട്. കർത്താവ് ഒരിക്കൽ നടന്നു പോകുന്ന സമയത്ത് കർത്താവ് ചോദിച്ചു, നിങ്ങളെ ആരും വിളിച്ചില്ലേ പണിക്ക്? കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങളെ ആരും വിളിച്ചില്ല. അവർ മെനക്കെട്ട് നിൽക്കുകയായിരുന്നു. അവരോട് ചോദിച്ചു, കർത്താവ് ചോദിച്ചു, നിങ്ങളാരും വിളിച്ചില്ലേ? ഞങ്ങളെ ആരും വിളിച്ചില്ല. ശരി, എൻ്റെ തോട്ടത്തിലേക്ക് വാ, നിങ്ങൾക്ക് ഞാൻ ജോലി തരാം. എൻ്റെ തോട്ടത്തിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. ഉടനെ അവർ കർത്താവിൻ്റെ തോട്ടത്തിലേക്ക് വന്നു. അപ്പോൾ രാവിലെ പണിക്ക് വന്ന ആൾക്കാരുണ്ട്. അവർ പറയുക, ഞങ്ങൾ നേരം വെളുത്തപ്പോൾ ഇറങ്ങിയതാണ്, ഇപ്പാണോ നിങ്ങൾ ഇറങ്ങിയത്? കർത്താവ് പറഞ്ഞു, വഴക്കുണ്ടാക്കണ്ട, ഞാൻ നിങ്ങളോട് കൂലി പറഞ്ഞില്ലായിരുന്നോ? അത് തരും, നിങ്ങൾക്കത് തരും. ഇപ്പം വിളിച്ചിറക്കിയത് ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ തോട്ടത്തിനകത്ത് പണി തീരുകയില്ല. അതുകൊണ്ട് ഞാൻ വഴി കണ്ടവരെല്ലാം വിളിച്ചിരിക്കുക, അവരെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഇറങ്ങിയവരും പിണങ്ങണ്ട, അവസാനം ഇന്നലെ ഇറങ്ങിയ നിങ്ങളും പിണങ്ങണ്ട. എല്ലാവർക്കും കൂലി പറഞ്ഞിട്ടുണ്ട്. ആ കൂലി ദൈവം തരും. പ്രതിഫലം അവൻ്റെ മക്കളുണ്ട്. എന്നെ കേൾക്കും ദൈവമക്കളെ, ഈ രാവിലെ സമയം ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാൻ അറിയത്തുള്ളെങ്കിൽ അതൊഴിച്ചാൽ മതി പ്ലീസ്. വെള്ളം പിന്നെ ചില ആൾക്കാർ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചെടിയും ആ വേരും ആ മണ്ണിൽ നിന്ന് പറഞ്ഞ് താഴെ വീഴുന്ന പരുവത്തിലാണ് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെയല്ല വെള്ളം ഒഴിക്കേണ്ടത്. ആ ചെടിക്ക് വളരാൻ വേണ്ടി, മണ്ണ് നനയാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചാണ് വെള്ളം. ഇവിടെ പിന്നെ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? പൈപ്പിൽ നിന്ന് ചെറിയൊരു ട്യൂബ് ഈ ചെടിയുടെ വേരിനിടക്കോട്ട് ഇറക്കി വിട്ടേക്കും. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട, 10-15 ഡ്രോപ്പ് വെള്ളം മതി, അവൻ അടിച്ച് കയറി വരും. നമ്മുടെ നാട്ടിൽ വെള്ളം നനയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെങ്ങിനൊക്കെ വെള്ളം എടുത്തുകൊണ്ടിട്ടുണ്ട്. എങ്ങനെ അറിയോ? തെങ്ങിൻ്റെ തടത്തിനകത്തോട്ട് വെള്ളം അങ്ങ് നിറച്ചിടുകയാണ്. എത്ര നേരമാണ്? ഒരു 10 മിനിറ്റൊക്കെ തെങ്ങിൻ ചോട്ടിലേക്ക് മോട്ടർ ഇട്ടിട്ടേക്കുക. അവിടെ മുഴുവൻ നിറയുക, തടം മുഴുവൻ വെള്ളം നിറയുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് നല്ലതാണ്. പക്ഷേ അതേസമയം ആ വേരിനോട്ട് വെള്ളം കൊടുത്തേ, ആ വേരിലേക്ക് വെള്ളം കൊടുത്തേ, ആ മരം നന്നായിട്ട്, അല്ലെങ്കിൽ ആ എന്ത് മരമാണോ അത് നന്നായിട്ടുണ്ടാകും. അവിടെ കാണുന്നതെല്ലാം മാൽഗോവയുടെ മാങ്ങ തോട്ടങ്ങളാണ്, മാവിൻ്റെ തോട്ടങ്ങളാണ് അങ്ങനെ കാണുന്നത്. വളരെ മനോഹരമായി അതിൻ്റെ സീസൺ, അതിൻ്റെ ചൂടൊക്കെ വളരെ തെളിച്ച് വൃത്തിയാക്കിയിട്ടേക്കുക. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ തോട്ടത്തിൽ, ദൈവത്തിൻ്റെ സ്തോത്രം ഫീൽഡിൽ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു ജോലി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ജോലി വെച്ചിട്ടുണ്ട്. എൻ്റെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ് അത് നമ്മൾ ചെയ്യണം. ചാക്കോച്ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാനല്ല നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് കേട്ടോ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നുണ്ടോ? സ്തോത്രം, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഞാൻ ചെയ്യുന്നുണ്ടോ? അതാണ് എനിക്കിനി അതേ നോക്കാൻ നേരമുള്ളൂ പ്രിയരെ. അതിനുവേണ്ടിയാണ് എൻ്റെ ഓട്ടം. അങ്ങനെ ഓടിയാണ് ഞാനിപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിൽ വന്ന് നിൽക്കുക. സ്തോത്രം, ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് ഏകദേശം 100-110 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ സ്ഥലത്ത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലോട്ടുള്ള പോകുന്ന വഴിയാണ്. അപ്പം ഇനി ഇവിടുന്ന് 15 കിലോമീറ്റർ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രാമത്തിലെത്തും. അതുകൊണ്ട് വളരെ വേഗത്തിൽ പറയട്ടെ, എന്നെ നിങ്ങളെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി വിശ്വസ്തയോട് ചെയ്യുമ്പോൾ ഇതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഫലം നിങ്ങൾ വൃത്തിയായിട്ടാണ് ജോലി ചെയ്യുമ്പോൾ, ഇതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ഏത് ജോലിയാണോ ഏൽപ്പിച്ചത് ആ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം ആരോഗ്യം നൽകട്ടെ, ബലം നൽകട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസനുണ്ട്. ആ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അവൻ గారు he will pray for today morning for you and for the viewers. యేసయ్యా నీకు వందనాలు చెల్లిస్తున్నాం. ఈ యొక్క ఉదయకాల సమయంలో ప్రభువా ఈ వాక్యమైన ప్రతి ఒక్కరిని దీవించండి, ఆశీర్వదించండి. మీ దాసుడు డానియల్ గారి ద్వారా మీరు ఇచ్చిన సందేశాన్ని బట్టి స్తోత్రాలు. నాయనా నీకు వందనాలు. ఫలించి అభివృద్ధి చెంది విస్తరించి భూమిని నింపే గొప్ప ఆశీర్వాదాలు మీరు మాకు అనుగ్రహించారు. అలాంటి దీవెనతో నాయన ఈ వాక్యమైన ఎవరిని నింపమని యేసునామములో ప్రార్థిస్తున్నాం తండ్రి. Thank you, Pastor, and thank you for watching this video. So everyone, just pray for the border of Chhattisgarh.
And the Pastor Yesaya Garu is ministering different parts of this area, and especially pray for this Pastor Yesaya Garu and another evangelist and Bustin is there. They are working in different places of this state. And especially ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.